എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പീസ് ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ എക്സാമിന്റെ ക്വസ്റ്റ്യൻ അനാലിസിസും അതിന്റെ ഡിസ്കഷനുമാണ്. നമ്മളിതൊരു ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സർക്യൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിന്റെ ഡിസ്കഷൻ ആണ്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 12 6 Henry ഇൻഡക്ടർ ആർ യൂസ്ഡ് ആസ് എഡ്ജസ് ടു ഫോം എ ക്യൂബ്. ഡിറ്റർമൈൻ ദി ഇക്വിവലന്റ് ഇൻഡക്റ്റൻസ് സീൻ ബിറ്റ്വീൻ ദി ടു ഡയഗണലി ഓപ്പോസിറ്റ് കോർണർ ഓഫ് ദി ക്യൂബ്. ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ബോഡി ഡയൽ എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ ബിറ്റ്വീൻ ദി അഡ്ജസന്റ് വെർട്ടിസസ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഫേസ് ഡയഗണൽ എന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ ചോദിച്ചാലും നമുക്ക് വെറും 3 റിസൾട്ടുകൾ പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ടൈപ്പ് ഏത് പ്രോബ്ലം ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. What will be the equivalent inductance seen between the terminal A and B for the given circuit? Equivalent inductance between the terminal A and B ആണ് ചോദ്യം. ഇവിടെ നമ്മൾ 3 മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് വരും. എന്നിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കുറച്ചുകൂടെ നല്ലൊരു ഒബ്സർവേഷൻസ് ഉള്ള ഒരാൾക്ക് വെറുതെ നോക്കുകയാണെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ആൻസർ പറയാനായിട്ട് പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് എന്താണ് ഈ ഡയഗണലി ഓപ്പോസിറ്റ് കോർണർ ഓഫ് ദി ക്യൂബ്, അത് കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ക്യൂബ് എടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഇൻഡക്ടർ വരെ നമ്മൾ എന്താണ്, നമ്മളിവിടെ റെസിസ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. മൊത്തം 12 റെസിസ്റ്ററാണ് ടോട്ടലി ഇതിന് ഉള്ളത്. ഓക്കെ, അപ്പം ബിറ്റ്വീൻ ദി ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടെർമിനൽ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ മീൻ ചെയ്യണത്, അത് ബോഡി ഡയഗണലാണ്. ഓക്കെ, അതല്ലെങ്കിൽ ഡയഗണലി ഓപ്പോസിറ്റ് കോർണർ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതും സെയിം ആണ്. ഈ 2 പോയിന്റ് എന്താണ്, ഈ പറഞ്ഞ പോലെ ബോഡി ഡയഗണൽ തന്നെയാണ്. അതാണ് ലോങ്ങസ്റ്റ് ഡയഗണൽ. ഓക്കെ, ഈ ക്യൂബിന്റെ ലോങ്ങസ്റ്റ് ഡയഗണൽ എന്താണ്, ഈ പറഞ്ഞ പോലെ ബോഡി ഡയഗണൽ ആയിരിക്കും ലോങ്ങസ്റ്റ് ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസിന് നമ്മൾ റിസൾട്ട് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഒരിക്കലും ഇതിൻ്റെ പ്രൂഫ് പഠിക്കേണ്ട കാര്യമില്ല. ഇക്വലന്റ് റെസിസ്റ്റൻസ് അലോങ് ബോഡി ഡയഗണൽ ആർ എ ബി ഇസ് ഈക്വൽ ടു 5R/6. എന്തുകൊണ്ടാണ് ഈ 10R/12 എന്ന് ഇത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങനെ മാറ്റി എഴുതുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കത് വഴിയെ പറയാം. ഇതിപ്പോൾ എന്താണ്, ആർ എ ബി എന്ന് പറഞ്ഞാൽ 5R/6 അഥവാ 10R/12 ആണ്. ഓക്കെ, ഇനി അടുത്ത പൊസിഷൻ നമുക്ക് നോക്കാം. ഓക്കെ, രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നമ്മൾ എ ആൻഡ് ബി നോക്കുകയാണെങ്കിൽ എന്താണ്, ആ ബിയുടെ പൊസിഷൻ മാറിയല്ലേ. നോക്കിയാൽ ഇപ്പം ഈ പോയിന്റ് ആയി. നേരത്തെ ഇവിടെ ആയിരുന്നു, അതായിരുന്നു നമ്മുടെ ബോഡി ഡയഗണൽ. ഇപ്പം എന്താണ്, ഈ പോയിന്റ് ആയി. ഇപ്പം എന്താണ്, ഫേസ് ഡയഗണലാണ്. ഓക്കെ, എന്താണ് ഇപ്പം ഫേസ് ഡയഗണലായിട്ട് മാറിയത്. അതാണ് ഇപ്പം എ ബി എന്താണ്, അത് ഫേസ് ഡയഗണലാണ്. ഇതാണ് ഫേസ് ഡയഗണൽ. അല്ലെങ്കിൽ ഈ 2 പോയിന്റും ഇതും എന്തിനാണ്, ഫേസ് ഡയഗണലാണ്. ഇതും എന്തിനാണ്, ഫേസ് ഡയഗണൽ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, മേ ബി ചില ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഇങ്ങനെ ഫിഗർ എന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് ചോദിക്കാം. ഇപ്പോൾ ഇതും കൂടാതെ വേണമെങ്കിൽ ഈ 2 പോയിന്റിന്റെ അക്രോസ് ഒരു വോൾട്ടേജ് കണക്ട് ചെയ്തിട്ട്, ഒരു V വോൾട്ടുള്ള സപ്ലൈ കണക്ട് ചെയ്തിട്ട് ചോദ്യം ഫൈൻഡ് കറണ്ട് ആയിരിക്കും, ഫൈൻഡ് I ആയിരിക്കും ചോദ്യം. നമുക്ക് എന്താണ്, ആ 2 പോയിന്റിന്റെ ഇടയിലുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. അപ്പം എന്തായാലും നമ്മൾ ആ റിസൾട്ട് പഠിച്ചു വെച്ചേക്കുക. ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇപ്പം എന്താണ്, ഫേസ് ഡയഗണലാണ്. ഓക്കെ, ഇക്വലന്റ് റെസിസ്റ്റൻസ് അലോങ് ഫേസ് ഡയഗണൽ ആണെങ്കിൽ എന്താണ്, ആർ എ ബി ഇസ് ഈക്വൽ ടു 3R/4 അഥവാ 9R/12. ഓക്കെ, ഇനി ഒരു പൊസിഷനും കൂടെ ഉണ്ട്. നോക്കിയേ, ബിറ്റ്വീൻ എന്താണ്, അഡ്ജസന്റ് വെർട്ടിസസ് അഥവാ എഡ്ജസ്. ഇതാണ് ഇത് ബിറ്റ്വീൻ എ ആൻഡ് ബി. അതല്ലെങ്കിൽ എന്താണ്, ഇത് രണ്ടും സെയിം ആണ്, അല്ലെങ്കിൽ ഈ 2 പോയിന്റ് എടുത്താലും സെയിം ആണ്, അല്ലെങ്കിൽ ഈ 2 പോയിന്റ് എടുത്താലും എന്താണ്, അതെല്ലാം അഡ്ജസന്റ് വെർട്ടിസസ് അല്ലെങ്കിൽ എഡ്ജസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് നിങ്ങൾ നോക്കിയാൽ ആർ എ ബി എത്രയായിരിക്കും, ആർ എ ബി എന്ന് പറഞ്ഞാൽ 7R/12 ആണ്. അതാണ് എഡ്ജ് അല്ലെങ്കിൽ അഡ്ജസന്റ് വെർട്ടിസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 7R/12 ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ടേബിൾ രൂപത്തിൽ തന്നെ പഠിക്കാം. ആ 3 പൊസിഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ആ 3 പൊസിഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഈ 3 റിസൾട്ടും ഓക്കെ, ഇൻഡക്ടർ ആണെങ്കിലും റെസിസ്റ്റർ ആണെങ്കിലും സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇതിന്റെ പ്രൂഫ് ഒരു കാരണവശാലും പഠിക്കരുത്. എല്ലാ വാല്യൂ ഓഫ് മീൻസ് ഈ റെസിസ്റ്ററിന്റെ എല്ലാ വാല്യൂം സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ഒരു റിസൾട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഡിഫറെൻ്റ് ആയിട്ട് ഒരു കാരണവശാലും ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും അത് പെട്ടെന്ന് ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 5R/6 എന്നാണ് അലോങ് ദി ബോഡി ഡയഗണൽ. അതാണ് ഏറ്റവും വലുത്. ഞാനിവിടെ ഇതെല്ലാം ഓക്കെ, അതായത് ഞാനിത് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. ടോട്ടൽ നമുക്ക് എത്രയുണ്ട്, 12 റെസിസ്റ്റർ ഉണ്ട്. അപ്പം ഔട്ട് ഓഫ് 12 ബോഡി ഡയഗണൽ എന്താണ്, ഏറ്റവും വലിയ ലെങ്ത് കൂടിയ ഡയഗണലാണ് അല്ലേ, ഏറ്റവും വലുത് അത് തന്നെയാണ്. ലെങ്ത് എന്നാണ് ഈ എ ബി അല്ലെങ്കിൽ ഈ ലെങ്ത് ആണ് എന്ത് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ അത് 10 റെസിസ്റ്റർ ഞാൻ എന്ത് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
12ൽ 10 റെസിസ്റ്റർ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ബോഡി ഡയലിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത്. ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഫേസ് ഡയലാണ്. ഇതാണ് ഫേസ് ഡയൽ. കമ്പയർ ചെയ്യുമ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഇത് കുറവാണ്, അതിൻ്റെ ലെങ്ത് എന്താണ് കുറവാണ്. ഔട്ട് ഓഫ് 12ൽ എന്താണ് ഇതിനേക്കാളും കുറവായിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അതാണ് 9R കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വീണ്ടും ഇത് നോക്കിയേ, ബിറ്റ്വീൻ ദി അഡ്ജസൻറ്റ് വെർട്ടിസസ് അല്ലേ, അല്ലെങ്കിൽ എഡ്ജ്, അങ്ങനെയല്ല അതിൻ്റെ ലെങ്ത് എന്താണ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ, ഇതിൻ്റെ ഫേസ് ഡയഗണലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെങ്ത് കുറവാണ്. അപ്പോൾ ഇതിനേക്കാളും കുറവായിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിൽ വരുള്ളൂ. അതാണ് 7R/12 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം ജസ്റ്റ് ഞാൻ 12ലേക്ക് കൺവേർട്ട് ചെയ്തേക്കാണ്. അതിൻ്റെ സിംപ്ലിഫൈഡ് ഫോമാണ് 5R/6ഉം 3R/4ഉം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എല്ലാവരും കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് 12ലേക്ക് മാറ്റിയിരിക്കുന്നത്. ബോഡി ഡയലാണ് ഏറ്റവും കൂടുതലുള്ളത്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു 10 റെസിസ്റ്റർ കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫേസ് ഡയലാണ്, അതിനേക്കാൾ ഒന്ന് കുറവ് 9 റെസിസ്റ്റർ കൊടുത്തു. ഇവിടെ എന്താണ് ഇവിടെ അതിനേക്കാളും വീണ്ടും കുറവാണ് അല്ലേ, അതുകൊണ്ട് ഞാൻ 7R/12. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. എന്തായാലും നിങ്ങൾ ഇത് കാണാതെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങൾ പെട്ടെന്ന് മറന്നുപോയില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഔട്ട് ഓഫ് 12ൽ ഇത് 10, ഔട്ട് ഓഫ് 12ൽ ഇത് എത്രയാണ്, ഇത് 9, ഇത് എത്രയാണ്, ഇത് 7. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പം ഡയഗണലി ഓപ്പോസിറ്റ് കോർണർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ബിറ്റ്വീൻ ദി ബോഡി ഡയഗണലാണ് ചോദ്യം അല്ലേ. അപ്പം ബോഡി ഡയഗണൽ ആകുമ്പോഴത്തേക്കും എത്രയാണ്, ഔട്ട് ഓഫ് 12ൽ 10ഉം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. ഇവിടെ എന്താണ് ഇൻഡക്ടർ ആണ് തന്നേക്കുന്നത്. റെസിസ്റ്റർ ആണെങ്കിലും ഇൻഡക്ടർ ആണെങ്കിലും എന്താണ് സെയിം വാല്യൂ, മീൻസ് സെയിം ഇക്വേഷൻ തന്നെയാണ് അല്ലേ. അപ്പോൾ 6 വരെ ഇവിടെ എന്താണ് നമ്മൾ ഹെൻറി എല്ലാം എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ എത്രയാണ് 6 ഹെൻറി ആണ് അല്ലേ, 6 ഹെൻറി ആണ്. നോക്കിയേ 2, അതായത് 10/2 5 ഹെൻറി ആയിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ക്വസ്റ്റിന് വരാം എന്താണ് ബിറ്റ്വീൻ ഫേസ് ഡയഗണൽ അല്ലെ. ഫേസ് ഡയഗണൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ വരിക, ഫേസ് ഡയഗണൽ ആണെങ്കിൽ നമുക്കറിയാം ഔട്ട് ഓഫ് 12ൽ ഇതിനേക്കാളും കുറവാണ്, 9 വരുള്ളൂ അല്ലേ. അപ്പം 9 × 9/12 × 6 അല്ലേ, 6 ആണ് നമുക്ക് അതിൻ്റെ ആൻസർ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് വെർട്ടിസസ് ആയിരുന്നെങ്കിലോ 7/12 × 6 ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. ചിലപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരും, അല്ലെങ്കിൽ സർക്യൂട്ട് ക്യൂബിൻ്റെ ഷേപ്പ് തന്നിട്ട് ചോദിക്കാം. അങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ 3 റിസൾട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് വിൽ ബി ദി ഇക്വിവലന്റ് ഇൻഡക്റ്റൻസ് സീൻ ബിറ്റ്വീൻ ദി ടെർമിനൽ എ ആൻഡ് ബി ഫോർ ദി ഗിവൻ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ പറഞ്ഞ സീരീസ് പാരലൽ കണക്ഷൻ വെച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്തുള്ള സ്റ്റാറിനെ പിടിച്ചത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡെൽറ്റ ആക്കും. നമ്മളിതൊരു 3 മെത്തേഡിൽ നമ്മൾ സോൾവ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് നോർമലി എല്ലാവരും ചെയ്യണം എന്താണ്, ഇതിൻ്റെ അകത്തുള്ള ഈ സ്റ്റാറിനെ പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാറിനെ പിടിച്ച് നമുക്ക് ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതിൻ്റെ സ്റ്റാറിൻ്റെ എല്ലാ വാല്യൂസും സെയിം ആയതുകൊണ്ട് തന്നെ ഡെൽറ്റയുടെ വാല്യൂ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. നമ്മൾ അതിൻ്റെ റിസൾട്ടൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. ഈ സ്റ്റാറിൻ്റെ എന്ത് വാല്യൂ ഉള്ള അതിൻ്റെ 3 ടൈംസ് ആയിരിക്കും എന്ത് വരുന്നത്, ഡെൽറ്റയിലെ ഓരോ വാല്യൂസും വരുന്നത്. അതായത് അത് ഓർത്തിരിക്കാൻ ഞാൻ ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മൾ ജസ്റ്റ് സ്റ്റാർ നമ്മൾ ഇങ്ങനെ വരയ്ക്കും അല്ലേ. നമ്മൾ ഡെൽറ്റ എങ്ങനെ വരയ്ക്കുന്നത്, ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത് അല്ലേ. ആ സ്റ്റാറിനെ പിടിച്ച് നമ്മൾ ഡെൽറ്റയൊക്കെ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പം എന്തായാലും ഡെൽറ്റ പുറത്താണ്, അതാണ് വലുത്. അതിൻ്റെ ഉള്ളിൽ ആരുള്ളൂ, സ്റ്റാർ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റാറിനെ നമ്മൾ പിടിച്ച് ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും വലുതായത് കൊണ്ട് തന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എല്ലാവർക്കും ഉണ്ടാകുന്ന കൺഫ്യൂഷൻ എന്താണ്, /3 ആണോ × 3 ആണോ മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ സ്റ്റാറിനെ പിടിച്ച് ഡെൽറ്റയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ×3 അല്ലെ. സ്റ്റാറിന് എന്ത് വാല്യൂ ആണുള്ള അതേ ×3 ആണ് നമ്മൾ ചെയ്യുന്നത്. നേരെ മറിച്ചാണെങ്കിലോ ഈ പറഞ്ഞ ഡെൽറ്റേനെ പിടിച്ച് നമ്മൾ സ്റ്റാർ ആക്കുകയാണെങ്കിലോ അല്ലേ, കണ്ട സ്റ്റാർ അതിൻ്റെ അകത്താണ് വരുന്നത്, അത് ചെറുതാണ്. അപ്പം ഈ ഡെൽറ്റ വാല്യൂ /3 ചെയ്തതിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഓരോ സ്റ്റാർ വാല്യൂയും കിട്ടും അല്ലെ. ഇതെല്ലാം ഐഡൻറ്റിക്കൽ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ അകത്ത ഈ ഒരു സ്റ്റാറിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിൻ്റെ റിസൾട്ട് നമ്മൾ ഓൾറെഡി കണ്ടാണ് അല്ലെ. R സ്റ്റാർ എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ ആയിരിക്കും, 3 ടൈംസ് R ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 3 ടൈംസ് R സ്റ്റാർ ആണ്. ഇൻഡക്ടർ ആണെങ്കിലും സെയിം തന്നെയാണ്, പക്ഷേ കപ്പാസിറ്റർ കേസിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അത് ഓർത്തോളം. ഇൻഡക്ടറും റെസിസ്റ്ററിൻ്റെയും സെയിം തന്നെയാണ്, പക്ഷേ കപ്പാസിറ്റർ എന്താണ് /3 ആണ് വരുന്നത്, ×3 അല്ല. അപ്പം നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, നമുക്ക് ഈ സ്റ്റാറിന് നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം എന്തായിരിക്കും ഇതിൻ്റെ വാല്യൂസ് കിട്ടുന്നത് അല്ലേ. ഇത് 1 ഹെൻറി ആൻഡ് ഇതെല്ലാം 3 ഹെൻറി ആയിരിക്കും അല്ലേ. 3 ഹെൻറി 3 ഹെൻറി 3 ഹെൻറി അല്ലേ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 ഹെൻറി എന്താണ് പാരലാണ്, അത് കമ്പൈൻ ചെയ്ത് 3/2 എഴുതാം. ഈ 3 3 പാരലാണ്, അത് കമ്പൈൻ ചെയ്ത് നമുക്ക് 3/2 എഴുതാം അല്ലേ. ഇത് 3/2 കിട്ടും അല്ലേ, ഇത് 3/2 കിട്ടും. ഇത് എത്രയാണ്, ഈ 3 പാരലൽ എന്ന് പറയുമ്പോൾ ഇതും 3/2 എന്ന് കിട്ടും അല്ലേ. ഇതും 3/2 3/2 + 3/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, അത് 3 ആണ് അല്ലേ. അപ്പം
3 പാരലൽ 3/2 എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ എഴുതാൻ പറ്റും? 3/3 എന്ന് എഴുതാൻ പറ്റും അല്ലേ? 3/3 ആൻസർ 1 ഹെൻറി ആണ് കിട്ടുന്നത്. 1 ഹെൻറി ആണ്. ഓക്കെ, 3/3 ആണ്. 3 പാരലൽ 3/2 എന്ന് പറഞ്ഞാൽ 3/3 ആണ്. ആൻസർ 1 ഹെൻറി ആണ്. ഇത് ഒരു മെത്തേഡാണ്. എന്താണ് ഇത്? ഒരു മെത്തേഡാണ്. ആൻസർ ബി 1 ഹെൻറി. ഇനി അടുത്തൊരു മെത്തേഡ് എന്താണ്? ഓക്കെ, ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? ഈ സ്റ്റാറിനെ പിടിച്ചിട്ട് ഡെൽറ്റ ആക്കി. വേറെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പുറത്ത് ഈ മൂന്നും എന്ത് തന്നെയാണ്? ശരിക്കും ഡെൽറ്റ കണക്റ്റഡ് ആണ് അല്ലേ? ആ ഡെൽറ്റനെ പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്റ്റാർ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ പുറത്തുള്ള ഈ ഡെൽറ്റനെ പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്റ്റാർ ആക്കി മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് മാറ്റി വരച്ചേക്കാണ്. കാരണം ഇതെല്ലാം ഒരു പോയിന്റ് ആണ് അല്ലേ? ബിയും ഡിയും എന്ത് തന്നെയാണ്? സെയിം പോയിന്റ് തന്നെയാണ് അല്ലേ? ജസ്റ്റ് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഡെൽറ്റ അല്ലേ? ആ ഡെൽറ്റ കണക്റ്റഡ് ആയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്റ്റാർ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഡെൽറ്റനെ സ്റ്റാർ ആക്കി മാറ്റുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, എല്ലാ വാല്യൂസും തുല്യമാണ് അല്ലേ? ഡെൽറ്റയുടെ എല്ലാ വാല്യൂസും തുല്യമാണെങ്കിൽ സ്റ്റാറിൻ്റെ ഓരോ വാല്യൂ എത്രയായിരിക്കും? അതിൻ്റെ 1/3 ആയിരിക്കും അല്ലേ? 3 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 1 ആയിരിക്കും വരിക. 3/3 1 ആയിരിക്കും വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ആ ഡെൽറ്റനെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സ്റ്റാർ ആക്കിയാണ്. ഓക്കെ, അതായത് ഈ ഡെൽറ്റനെ നമ്മൾ പിടിച്ചിട്ട് സ്റ്റാർ ആക്കണം. അതിൻ്റെ വാല്യൂ മാത്രം ജസ്റ്റ് എന്ത് ചെയ്യുക? നമുക്ക് ഇവിടെ എഴുതാം അല്ലേ? എന്തായിരിക്കും? ആ ഡെൽറ്റ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് സ്റ്റാർ ആക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ഹെൻറി ആണെങ്കിൽ ഇത് 1 ഹെൻറി ആണ് അല്ലേ? ഇതും 1 ഹെൻറി ആണ്, ഇതും 1 ഹെൻറി ആണ് അല്ലേ? ഇനി ഇതാണ് നമ്മുടെ പോയിന്റ് എയും ബിയും. ഇക്വലന്റ് ഇൻഡക്റ്റൻസ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കാര്യം മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടെ നമുക്ക് കമ്പൈൻ ചെയ്യാം അല്ലേ? ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് 1/2 എന്ന് എഴുതാം. ഇത് 1/2 ഹെൻറി ആണ്. ഇതും എന്താണ്? 1/2 ഹെൻറി. കാരണം ഇതെല്ലാം പാരലാണ് അല്ലേ? ഇതെല്ലാം 1/2 ആണ്. ഇനി നമ്മൾ എ ആൻഡ് ബി നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ ഇവിടെ ഒരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടെ ക്ലോസ്ഡ് പാത്ത് ഇല്ലാത്തതുകൊണ്ട് ഇതിൽ കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ടോട്ടലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും അല്ലേ? ഇതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് രണ്ട് ഇൻഡക്ടറിൻ്റെ സീരീസ് ആയിട്ട് കിട്ടും. ഒന്നിൻ്റെ വാല്യൂ 1/2, ഒന്നിൻ്റെ വാല്യൂ 1/2 അല്ലേ? 1/2 + 1/2 എത്രയാണ്? 1 ഹെൻറി ആണ്. എന്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ പുറത്തുള്ള ഡെൽറ്റേനെ സ്റ്റാർ ആക്കി കിട്ടിയാൽ നമുക്ക് എന്താ? സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്, 1/2. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി അല്ലേ? 1 ഹെൻറി. ഇനി ഏറ്റവും സിമ്പിളായിട്ട് ഞാനൊരു മെത്തേഡ് പറയണേ. കുറച്ച് നല്ലൊരു ഒബ്സർവേഷൻ ഉള്ള ഒരാൾക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയട്ടെ. 3 പാരലൽ 3 ഹെൻറി പാരലൽ 2 ഹെൻറി പാരലൽ 6 ഹെൻറി. ഓക്കെ, 3 ഹെൻറി പാരലൽ 6 ഹെൻറിയുടെ ആൻസർ എത്രയാണ്? 6/3 ആണ്. അതായത് 2 ഹെൻറി അല്ലേ? പിന്നെ ഒരു 2 ഹെൻറിയുടെ പാരലൽ ഉണ്ട്. 2 ഹെൻറി പാരലൽ 2 ഹെൻറി ആൻസർ 1 ഹെൻറി. ഇത്രയേ ഉള്ളൂ. യാതൊരു സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് കോൺസെപ്റ്റ് അല്ലേ? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എല്ലാവർക്കും അറിയാം അല്ലേ? ഇതിൻ്റെ ഒരു ബാലൻസിങ് കണ്ടീഷൻ എന്താണ്? ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ IG എന്ന് പറഞ്ഞ കറണ്ട് അല്ലേ? ഇതിലൂടെ പോകുന്ന കറണ്ട് 0 ആകുമ്പോഴാണ് എന്ത്? നമുക്ക് ബ്രിഡ്ജ് ബാലൻസിങ് എന്ന് പറയാൻ പറ്റുന്നത് അല്ലേ? അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആമിലുള്ള റെസിസ്റ്റൻസ് അല്ലേ? PS = QR അല്ലേ? അതാണ് എന്ത്? ആ ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ? ബാലൻസ്ഡ് ബ്രിഡ്ജ് കണ്ടീഷൻ എന്താണ്? PS = QR. അങ്ങനെയാണെങ്കിൽ IG എന്ന് പറഞ്ഞ കറണ്ട് എന്താണ്? അത് 0 ആണ്. നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം? ഇത് ഷോർട്ട് ചെയ്യാം അല്ലെ? ഈ രണ്ട് പോയിന്റ് നമുക്ക് ഷോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ G എന്ന് പറഞ്ഞ റെസിസ്റ്റർ നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പം ഇൻഡക്ടർ ആണെങ്കിൽ പോലും നമുക്ക് എന്താണ്? നമുക്ക് ഈ സെയിം റിസൾട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാരണം R-നും L-നും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സെയിം റിസൾട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെ? ഇവിടെയും ശരിക്കും എന്തുണ്ട്? ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ശരിക്കും പറയാനുണ്ട്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഈ ഒരു സർക്യൂട്ടിലും ശരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ചരിച്ച് കാണിച്ചേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇത്രയും എടുക്കുക. ഇതെന്താണ്? ഇത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് തന്നെയാണ് അല്ലേ? ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് തന്നെയാണ്. കാരണം എന്താണ്? P ആണ്. ഇത് P, ഇത് Q. ഓക്കെ, ഇത് R, ഇത് S അല്ലേ? നോക്കിയേ, ഇതാണ് 2 പോയിന്റ്. ഓക്കെ, ഇതാണ് 2 പോയിന്റ്. നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊറ്റ പോയിന്റ് ആണ് അല്ലേ? ഇവിടെ 1 2 3 4 5 ആംസ് കൊണ്ട് കറക്റ്റ് ഒരു ബ്രിഡ്ജാണ് ഉള്ളത്. ഇത് അതിൻ്റെ പാരലൽ കണക്ട് ചെയ്തേക്കണമെന്ന് മാത്രമല്ല. ഇവിടെ നമ്മളിപ്പോൾ എന്ത് കണക്ട് ചെയ്താലും, എത്ര നമ്മൾ എന്ത് വാല്യൂ കണക്ട് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. ആ ബ്രിഡ്ജ് മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി അല്ലേ? എൻ്റെ ബാലൻസിങ് കണ്ടീഷൻ എന്താണ്? PS = QR. PS 3 × 1 3.
ക്യു ആർ അല്ലേ, അവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് ശരിയെന്ന് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ആ ബ്രിഡ്ജ് ബാലൻസിങ്ങും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഈ 2 പോയിന്റ് നമുക്ക് ഷോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എടുത്ത് കളയാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഒബ്സർവേഷൻ ഉള്ള ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആ ഒരു ബ്രിഡ്ജ് നിങ്ങൾക്ക് ശരിയും കാണാൻ പറ്റും. ഉണ്ടാ 3:1 ഓക്കെ, 3:1 അല്ലേ, ബാലൻസിങ് ആണ്. നമുക്ക് ഈ 1 ഹെൻറി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് 1 ഹെൻറി റിമൂവ് ചെയ്തു. ഇനി നിങ്ങളൊന്ന് ആലോചിക്കേ, 3 സീരീസ്, 1 സീരീസ്, അത് തമ്മിൽ എന്താണ്, ഇത് 3 പാരലാണ്. അതാണ് ഞാൻ പറഞ്ഞത് 3 ഹെൻറി പാരലൽ, 2 ഹെൻറി പാരലൽ, 6 ഹെൻറി. ഈ 3ഉം 6ഉം പാരലായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും 6/3 ആണെന്ന് അതിൻ്റെ റിസൾട്ടൻ്റ് വാല്യൂ. ഓക്കെ, 6/3 എന്ന് പറഞ്ഞാൽ 2 ഹെൻറി ഈസ് പാരലൽ 2 ഹെൻറി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഹെൻറി. ഓക്കെ, ഇനി ഞാൻ ഒരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്, 1 ഹെൻറി അല്ലേ. ഇനി നമുക്ക് പല സർക്യൂട്ടുകൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ചില പാരലൽ കോമ്പിനേഷൻസ് വരും. 2 റെസിസ്റ്റർ തമ്മിലുള്ള പാരലൽ കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഞാൻ കുറച്ച് ഉദാഹരണം കാണിച്ചു, ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. കാരണം ഇവിടെ ഞാൻ 3 ഹെൻറി 6 ഹെൻറി ഞാൻ പറഞ്ഞു അല്ലേ. നോർമലി എല്ലാവരും ചെയ്യുന്ന അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, 6 × 3 / 6 + 3 9 ഇങ്ങനെയായിരിക്കും എല്ലാവരും ചെയ്യുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ഞാൻ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, 6/3 എന്ന് എഴുതി, അത് 2 ഹെൻറി. ഇത് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തന്നെ കിട്ടും, ഈ പറഞ്ഞ പോലെ 2 ഹെൻറി തന്നെ കിട്ടും അല്ലെ, 2 ഹെൻറി തന്നെ കിട്ടും. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. ഇതാ ഇവിടെ 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് നിങ്ങൾ കണ്ടുപിടിക്കുക. നോർമലി എല്ലാവരും ചെയ്യുന്നത് എന്താണ്, ഈ പറഞ്ഞ 5/6 × 5 / 5/6 + 5 അല്ല, ഇതെല്ലാം ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യണത്, നിങ്ങൾ കണ്ടുപിടിക്കണത്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതല്ലെങ്കിൽ ചെറിയൊരു ഒബ്സർവേഷൻ ഉള്ള ഒരാൾക്ക് ഇത് പെട്ടെന്നൊരു ഷോർട്ട് ട്രിക്കാണ്. ഓക്കെ, എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും, ഞാൻ പറയും. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 5/7 5/7 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഞാൻ പറയാണ്. ഓക്കെ, ഇത് നോർമലി ചെയ്യുന്ന എല്ലാവരും എന്താണ്, 1.6 × 4.8 / 1.6 + 4.8 ഇതാണ് ചെയ്യുന്നത് അല്ലേ. അതല്ലെങ്കിൽ ഇതാ ഒരു ട്രിക്ക് നമുക്കറിയാമെങ്കിൽ 4.8 / 4 അതായത് 1.2 ഓം ആണെന്ത് ഇതിൻ്റെ ആൻസർ. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എത്രയാണ്, 16/3 ആണ്. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 8 × 16 / 8 + 16 എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യും. അപ്പം എന്താണ് ഇതിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഞാൻ എന്ത് ട്രിക്കാണ് യൂസ് ചെയ്യുന്നതാണ് ഞാൻ ജസ്റ്റ് പറയാനായിട്ട് പോകുന്നത്. ഈ 3 ക്വസ്റ്റ്യനിലും ഒരു കോമൺ ആയിട്ടൊരു സംഭവം ഉണ്ട്. ഓക്കെ, കാരണം ഈ വാല്യൂ തമ്മിൽ എന്തുണ്ട്, ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിളിൻ്റെ റിലേഷൻ ആണുള്ളത്. ഓക്കെ, ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിളിൻ്റെ റിലേഷൻ ആണുള്ളത്. 5/6 കൂടി നമ്മൾ 6 × 6 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 5 കിട്ടും. ഓക്കെ, 1.6 നമ്മൾ 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 4.8 കിട്ടും. 8 കൂടെ നമ്മൾ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 16 കിട്ടും. അപ്പോൾ അങ്ങനെ വരുന്നതാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൻ്റെ ആൻസർ വിത്തിൻ സെക്കൻഡ് നമുക്ക് പാരലൽ കോമ്പിനേഷൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതല്ലാതെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് അത് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് റിസൾട്ടായിട്ട് പറയാം. ഇത് R വാല്യൂ ഫോർ റെസിസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ പാരലായിട്ട് വരുന്നത് NR ആണെങ്കിൽ, ഓക്കെ, N ടൈംസ് R ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ വലിയ വാല്യൂ ഓഫ് റെസിസ്റ്റർ അല്ലെങ്കിൽ NR / എത്ര ടൈംസ് ആണോ അതേ +1 കൂടെ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് വീണ്ടും അതിനകത്തേക്ക് വരാം. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ റിസൾട്ട് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. വലിയ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് / എത്ര ടൈംസ് ആണോ അതേ +1. ഓക്കെ, ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കോർ പോയിന്റ്. നിങ്ങൾക്ക് പല എക്സാംസിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ നെറ്റ്വർക്ക് എല്ലാം റിഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ച് സെക്കൻഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് നോക്കിയേ, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. നോക്കിയേ, 5/6 5 ആണ് അല്ലേ. 5/6 × 6 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 5 കിട്ടും. അതുകൊണ്ട് വലിയ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എത്രയാണ്, 5 ആണ് അല്ലേ. വലിയ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് 5 ആണ്. 5 / എത്ര ടൈംസ് ആണ് അല്ലേ, 6 ടൈംസ് ആണ്. ഇവിടെ N 6 ആണ് അല്ലേ, 6 + 1 ചെയ്താൽ മതി. അതായത് 5/7 കിട്ടുന്നത് അല്ലേ. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 1.6 ഉം 4.8 3 ടൈംസ് ആണ് അല്ലേ. 1.6 × 3 ആണെന്ത് ഈ 4.8 എന്ന് പറഞ്ഞാൽ അല്ലേ. 1.6 × 3 ആണെന്ത് 4.8 എന്ന് പറഞ്ഞാൽ. അപ്പോൾ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് 4.8. 4.8 / N എത്രയാണ്, 3 ആണ്. അപ്പോൾ 3 + 1 ചെയ്യണം 4. അപ്പോൾ 4.8 / 4 ആണ് നമുക്ക് കിട്ടുന്നത് ആൻസർ 1.2 ഓം. നോക്കിയേ, ഇത് കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ഫോമിലും നമുക്ക് കിട്ടും അല്ലേ. നമ്മൾ മറ്റത് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സിംപ്ലിഫൈഡ് ഫോമിലേക്ക് മാറ്റേണ്ടിയും വരും. ഇതെന്താണ്, ഇത് കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ഫോമിലേക്കായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്.
8 into 16 അല്ലേ, നോക്കിയാൽ വലിയ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് 16 ആണ്. 16 ഡിവൈഡ് ബൈ എത്ര ടൈംസ് ആണ്? 2 ടൈംസ് ആണ്, +1 അല്ലേ. 16 ഡിവൈഡ് ബൈ 3 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി നിങ്ങൾ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ യാതൊരുവിധ കാൽക്കുലേഷനും ഇല്ലാണ്ട് ആ റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ശരി, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, എ സി ഫണ്ടമെന്റ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കോർ ടേബിളാണിത്. നമുക്ക് ഇതും റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, തന്നെ ഒന്ന് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, തന്നെ ഒന്ന് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക, പോസ് ചെയ്തിട്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു സ്റ്റാർ വാല്യൂ തന്നിട്ടുണ്ട്, സ്റ്റാറിൻ്റെ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. ഡെൽറ്റയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്, അതാണ് C1, C2, C3യുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കേരള പീസിന് ചോദിച്ചതല്ല, നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ നോർമലി ഇൻഡക്ടർ വെച്ചിട്ടുള്ളതും റെസിസ്റ്റർ വെച്ചിട്ടുള്ളതും നമ്മൾ മിക്കപ്പോഴും ചെയ്യുന്നതാണ്. പക്ഷേ എന്താണ്, കപ്പാസിറ്റർ വെച്ചിട്ടുള്ളത് അധികം ചെയ്യാറില്ല. അപ്പോൾ എന്താണ് ഇക്വേഷനിൽ വരുന്ന ഡിഫറൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്റ്റാർ കണക്ട് ചെയ്തേക്കുന്ന കപ്പാസിറ്റർ എന്ത് ചെയ്യുക, ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ആൻസറും ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള കേരള പി എസ് സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. സോ നമ്മുടെ ഡിസ്കഷൻ നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.